കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം റെഡിയാക്കിയിട്ടിട്ട് ചെറുപയർ വേവിച്ചു. അതിനകത്ത് ശർക്കരയും തേങ്ങ ജീരകം ഇട്ടിട്ട് വറ്റിച്ചെടുത്ത് വെച്ചതാണ്. കുറച്ചിതാ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. മൈദമാവാണ്. മൈദമാവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മധുരമൊന്ന് ബാലൻസ് ചെയ്യാനേ കഴിക്കുമ്പോഴേ. ഇനി ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിതിന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. പെട്ടെന്നാവും 4 മണിക്കുള്ള ചായക്ക്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സുഖിയൻ വെളിച്ചെണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പെട്ടെന്നാകും. ചെറുപയറിനെ ഉരുട്ടി വെച്ചതിന് ഒരു നൈസ് കോട്ടിങ് കൊടുത്തതേ ഉള്ളൂ. അതങ്ങനെ നേരെ ഇട്ടു. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കോട്ടിങ് മാത്രം മതി. ചെറുപയർ നേരത്തെ വേവിച്ചതാണല്ലോ. ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കാം പാകത്തിന്. സുഖിയൻ റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ടാക്കാനുള്ളൂ. അത് സാവധാനം ഉണ്ടാക്കാം. ഇതുകൂടെ നമുക്ക് എടുത്ത് വെക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സുഖിയൻ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന. ചെറുപയർ കുറച്ച് സമയം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതി. അധികം പൊടിയാതെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോയാൽ കുഴഞ്ഞ് സുഖിയൻ ഇങ്ങനെ കിട്ടില്ല. അതിലേക്ക് ഇടുമ്പം തന്നെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ആവാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഉരുണ്ടതുപോലെ ഷേപ്പിലൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ ഇത് ഞെക്കിയാൽ മാത്രമേ പൊട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കോ കമൻറ്റോ ഒക്കെ തരിക, സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യുക, എന്നെ ഞങ്ങളോടൊപ്പം കൂട്ടുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.